അച്യുതന്റെ കൊലപാതകത്തിന് അച്യുതന്റെ ശിക്ഷാവിധി ഏത്? എനിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയത്തില്ല. കമാൽ പൊയ്ക്കോ, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. അമ്മ പറഞ്ഞു പുറത്തെന്തോ ശബ്ദം കേട്ടെന്ന്. അല്ല, ഭവാനി എന്താ ഇവിടെ? അത് ഞാനും എന്തോ ശബ്ദം കേട്ടു, നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ, ഇതെന്താ ഒരു കത്ത്? ഇതാ ലെറ്റർ ബോക്സിൽ കിടന്ന. ഇന്നലെ എന്തോ വന്നാ, ആരും എടുത്തിട്ടില്ല. എനിക്കുള്ള കത്താ. ഓ, മോളെ, മെനങ്ങാന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാള രാത്രിയായിരുന്നു. എന്താ ചേച്ചി? മോളെവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ, ടെൻഷൻ അടിച്ച് ഉറക്കം വന്നില്ല. എന്താ സാറ് പറഞ്ഞത്? ആ, സാറ് കേസ് നന്നായി പഠിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. നല്ലൊരു വക്കീലിനെ കാണേണ്ടി വരും. അല്ലോ അമ്മ, പരാതി എഴുതാനൊന്നുമില്ലേ? ഇല്ല മോളെ, ഒരു സംശയം ചോദിക്കാനുണ്ട്. എന്താ സംശയം? കെട്ടിയോനെ ഇപ്പൊ ഉള്ളവള് കളഞ്ഞിട്ട് പോയി. അയാളിപ്പൊ എന്നോട് ചോദിക്കാ പഴയ പോലെ കൂടാവോന്ന്. എന്താ ഭൂമിയുടെ അഭിപ്രായം? വാർദ്ധക്യല്ലേ ഉമ്മ, ഒരു തുണ വേണ്ടേ? ഒരു ദിവസം പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, നമുക്ക് സംസാരിക്കാം. ശരി. ശിവ, ദാസ, പോവല്ലേ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ആ ശരി. അവരുടെ പറ്റെഴുതിയോ ചേച്ചി? ആ, എഴുതി. ആ മോളെ, ഭൂമി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഫ്രാൻസിലെ മകൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ആഹാ, മകന്റെ തലയിലപ്പോ സൂര്യൻ ഉദിച്ചല്ലോ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഞാൻ ഫ്രഞ്ച് പഠിക്കണം, എങ്കിലേ സാധിക്കുള്ളൂ. അപ്പൊ അച്ഛൻ വരണ്ടാന്നർത്ഥം. അവനെ കണ്ടാലേ ഞാൻ ചെരുപ്പൂരി അടിക്കും. അത് സാരമില്ല ഭൂമി. പോട്ടെ മോളെ. അതെ, ഇതൊരു രഹസ്യ ചർച്ചയാണ്. ആ, നിങ്ങളെ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ? ഇല്ല. എന്നാ വരും. ശങ്കരനാരായണൻ സാറിനെ കാണാൻ പോയ യാത്രയില് ഒരാള് എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അച്ഛൻ എഴുതിയ ഒരു കത്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം അയാൾ എന്നെ ഫോളോ ചെയ്തത്. ആ കത്തുമായി ഈ സ്റ്റേഷനിൽ വന്ന ആ രാത്രിയില് അയാള് എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവിടെ ഇടണം ക്വസ്റ്റ്യൻ മാർക്ക്. എന്തിനാണെന്നല്ലേ? ആ കത്താണ് അയാളുടെ ലക്ഷ്യം. എന്താ കത്തില്? അച്ഛൻ കൊല ചെയ്യപ്പെടാം എന്നാണ് കത്തില്. ആരെന്നൊന്നുമില്ല. എനിക്ക് സംശയം തോന്നിയപ്പോ ഞാൻ ആ കത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. അച്ഛനിലൊരു രഹസ്യമുണ്ടെന്നും അത് ഒരാള് അച്ഛനെ കരുവാക്കിയതാണെന്നും ആ വ്യക്തി അച്ഛന്റെ പിന്നാലെ ഉണ്ടെന്നും എഴുതി. ആ രഹസ്യം അച്ഛൻ എഴുതി നിങ്ങളെ ഏൽപ്പിച്ചു എന്നും എഴുതി. ആ കത്ത് ഹോട്ടൽ മുറിയിൽ കയറി അയാൾ എടുത്തോണ്ട് പോയി. ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ കഥയിലെ ട്വിസ്റ്റ്. അതെ, അയാളെ പറഞ്ഞയച്ച ആള് ഈ കൊലപാതകത്തിന്റെ സൂത്രധാരനാണ്. എക്സാക്ട്ലി. ഇനി സംഭവിക്കാൻ പോകുന്നത് കത്തെടുത്തയാൾ അത് അയാളെ പറഞ്ഞയച്ചയാളെ ഏൽപ്പിക്കും.
അവർ ആ കത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സമീപിക്കും. യെസ്. എന്റെ അച്ഛന്റെ കൊലക്കേസിന് പിന്നാലെയാണ് നമ്മൾ. കണ്ടുപിടിച്ചിരിക്കും. സർ. ആ ഭൂമി, ആ ബാലട്ട, ഇളയാളുടെ റിസൾട്ട് വന്നല്ലോ 10ന്റെ. ജയിച്ചു. ആ വലിയ കുഴപ്പമൊന്നുമില്ല. 2 A+ ഉണ്ട്. ഭൂമി എല്ലാം ഓർത്തു വെച്ചിരിക്കുകയാണല്ലോ. നിങ്ങളൊക്കെയല്ലേ എന്റെ ഫാമിലി. ചേച്ചി, കിങ്ങിണികൾ സുഖമായിട്ടിരിക്കുന്നു ഭൂമി. ഏ ഞാൻ ചോദിക്കാതെ തന്നെ ആൻസറോ? ആ ചോദ്യമൊക്കെ എനിക്കറിയാം. അല്ല, ജീവനാംശത്തിന് എന്ന കേസ് ഫയൽ ചെയ്യുന്ന? എനിക്ക് അയാളുടെ സഹായമൊന്നും വേണ്ട ഭൂമി. എന്റെ കുട്ടികളെ ഞാൻ വളർത്തും. സർ. ആ ഇരിക്കടോ. വേണ്ട സർ. ചായക്കടക്കാരിയായിട്ടല്ലേ ഇരിക്കേണ്ടത്, ഒരു കേസിന്റെ പരാതിക്കാരിയായിട്ട് ഇരുന്നാ മതി. രണ്ടു ദിവസം കണ്ടില്ലല്ലോ. അപ്പോ എന്നെ കാണാതിരിക്കാൻ പറ്റില്ലേ? ആ, താൻ എന്നെ കാണുന്നതുകൊണ്ടാണ് എനിക്ക് തന്നെ കാണാൻ കഴിയുന്നത്. ഇതൊരു ഉരുണ്ടുമറിയലാണല്ലോ. ഏതെങ്കിലും ദുഷ്ടൻ എന്നെ കെട്ടിക്കൊണ്ടുപോയാലോ? ആ ദുഷ്ടൻ ഞാനായാലോ? സാറ് നല്ല ഫോമിലാണല്ലോ. കുറെ നേരം ഇങ്ങനെ റിലാക്സ് ചെയ്യണമെന്നുണ്ട് സാർ. പക്ഷേ സിറ്റുവേഷൻ അനുവദിക്കില്ല. അറിയാം. തന്നെ ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലെ ദുഃഖം കൂടുമ്പോ താൻ ചിരിക്കുന്നുവെന്ന. മറക്കാനാ? ഞാൻ തിരിച്ചും ഓർമ്മകളും അതിന്റെ സംഘർഷങ്ങളും വരുമ്പോ പൊട്ടിത്തെറിക്കും. അതറിയാം. അല്ല, 2 ദിവസം എവിടെയായിരുന്നു പറഞ്ഞത്? ഉല്ലാസയാത്രയൊന്നും അല്ല. എന്റെ ഒരു ഗുരുനാഥനെ കാണാൻ പോയതാ. എന്റെ ക്രിമിനോളജി പ്രൊഫസർ. അത് ശരി. പഠിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു സാറിന്റെ വീട്ടിൽ ചെല്ലണമെന്ന്. സാർ ഇപ്പൊ റിട്ടയറായി. ഓക്കെ. അമ്മയെ കാണാൻ പോയോ? പോണം. പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞാൽ മതി. സബ് ജയിലിൽ ഞാൻ അറേഞ്ച്മെന്റ്സ് ചെയ്തു തരാം. ഡ്രസ്സൊക്കെ കൊണ്ടുപോകാമോ? ആ, അവരത് പരിശോധിച്ചിട്ട് കൊടുക്കൂ. അതാ ഞാൻ പറഞ്ഞത്, പോകുന്നതിന് മുമ്പ് എന്നോട് പറയാൻ. പറയാം. കേസിന്റെ അന്വേഷണം പുതിയ നിലയിൽ പോകുന്നില്ല. കൊല ചെയ്തത് മറ്റൊരാളാണെന്ന് തെളിയിക്കണം. അതിനുള്ള തെളിവാ ശേഖരിക്കേണ്ടത്. തന്റെ അച്ഛൻ എഴുതി കത്ത് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നോ? ഇല്ല സാർ. ആ കത്ത് വെച്ച് ഞാനൊരു അന്വേഷണം നടത്താൻ പോവാ. ഞാൻ മാത്രമല്ല, ഒരു ടീം. ഓ, കൊള്ളാലോ. ഞാനൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൊല ഒറിജിനലി ചെയ്തത് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കും. അതിന്റെ ട്രെയിനിങ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു ഫോഴ്സിനെ വിട്ടുതരാം. അയ്യോ, അത് വേണ്ട. പോലീസിനെ കണ്ട അവര് പിന്മാറും. എന്നാ ഷാഡോ പോലീസായാലോ? അത് വേണ്ട. എനിക്കും എന്റെ ടീമിനും ഇത് കണ്ടുപിടിക്കാൻ കഴിയും. എഴുന്നേക്ക്. എഴുന്നേക്കാൻ. താൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്റെ പണി എന്താ? എന്റെ ആവശ്യമില്ലല്ലോ. താൻ ഈ ചേരി വന്നിരിക്കുക. കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ തലയിൽ കയറിയിരിക്കുക. പോലീസ് ടീം അറിയാതെ അന്വേഷിക്കാൻ നീ ആരാ? CBI-യോ അതോ ED-യോ? അൺവാണ്ടഡ് ന്യൂസൻസ്. ഓ, ഇതിനാ നീ നിന്റെ ക്രിമിനോളജി പ്രൊഫസറെ കാണാൻ പോയതല്ലേ? അങ്ങനെയാണെങ്കിലേ അയാളോട് വന്ന് കൊലപാതകം തെളിയിക്കാൻ പറ. സർ, അത് Get out. Get out from here.
വരുമായിരിക്കുമല്ലേ? അതെ, ഒരാള് അവിടെ നിന്ന് ചുറ്റിത്തിരിയുന്നുണ്ട്. കത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാവും. റെഡിയായിട്ടിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആ ഉണ്ട്. ആ സർ, ടീയോ കോഫി? പറയാം. ഇത് ഭൂമി എന്ന സ്ത്രീയുടെ കോഫി ഹൗസ് അല്ലേ? ആ അതെ. അവരുണ്ടോ? ആ, അവരില്ല. ഭൂമിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇപ്പൊ വരാറില്ല. എന്താ? ഒന്നുമില്ല, ഞാൻ രണ്ടുപേരെ അന്വേഷിച്ചു വന്നതാ. ഇവിടെ വരാറുള്ള ഒരു ശിവനും ദാസനും. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഞാനൊരു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാ. അവര് സിനിമാ സ്ക്രിപ്റ്റ് എഴുതുമെന്ന് കേട്ടു. ആ, പുതുമുഖത്തെ വെച്ചൊരു സിനിമ ചെയ്യാനാ. അവര് എപ്പോഴാ വരിക? അല്ല, അവരിവിടെ വന്നിട്ടുണ്ട്. ദേ അപ്പുറത്തെ സൈഡിലെ 2 ചെറുപ്പക്കാരുണ്ട്. അതവരാ. ആ ഓക്കെ, താങ്ക് യു. ആ, അല്ല, ഈ ശിവനും ദാസനും? അതേലോ, ഞാൻ ദാസൻ. ഞാൻ ശിവൻ. താങ്കൾ? പറയാം. വളരെ രഹസ്യ സ്വഭാവമുള്ളൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. ഇവിടെ വേണ്ട, നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിന്ന് സംസാരിക്കാം. ശരി, എന്നാ വാ. എന്താ രഹസ്യ കാര്യം? ഏതെങ്കിലും ഒരാള് നിങ്ങളെ ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെന്ന് പറഞ്ഞാൽ? ഒരു അച്യുതൻ. എടാ ശിവ, അച്ചുവേട്ടൻ തന്ന രഹസ്യ കത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഭൂമിക്ക് കൊടുക്കാൻ തന്ന കത്ത്. ആ, അതാണോ? അത് ഭൂമി എന്ന പെണ്ണിനെ നിങ്ങൾ ഏൽപ്പിച്ചോ? ഇല്ല, ആ കത്ത് വെച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് കരുതി. ആളെ കിട്ടിയ വിലപേശാലോ. കേസ് കൊലപാതകമല്ലേ? ആ കത്തിലെ മാറ്റർ എന്താ? അത് പറയില്ല. ആ മാറ്റർ വിറ്റാണ് ഞങ്ങൾ കാശുണ്ടാക്കാൻ പോകുന്നത്. മാറ്റർ പറഞ്ഞാൽ പിന്നെ കച്ചവടം നടക്കില്ലല്ലോ. ഞാൻ അവരുടെ മീഡിയേറ്ററാ. ആ, ഒരു മിനിറ്റേ. നമുക്കത് ഡീലാക്കാം. എങ്ങനെ? ഞാൻ അറിയിക്കാം. ഡീലാകുമ്പോൾ ഒരു നെഗോസിയേഷൻ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ അതോറിറ്റി ഉണ്ടാവണ്ടേ? സ്ഥലവും സമയവും ഞാൻ അറിയിക്കാം. ഓക്കെ. എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോൺ നമ്പർ ഒന്ന് തരണം. ഓക്കെ, ശരി എന്നാ ഞാൻ വിളിക്കാം. ഭൂമി പറഞ്ഞ പ്ലാൻ സക്സസ്. ഭൂമി പറഞ്ഞ പ്ലാൻ സക്സസ്. അടുത്തത് ഡീൽ. അതിന്റെ അതോറിറ്റിയുടെ സാന്നിധ്യത്തിൽ. ഇത് നല്ലൊരവസരമാണ്. കൃത്യമായി ഉപയോഗിക്കണം. കൊലപാതകത്തിന് പിന്നിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ആ പറഞ്ഞ അതോറിറ്റി ആവാം. ദാസ, നമ്മുടെ സിനിമാ കഥ ഇത് തന്നെയല്ലേ? അതെ, കഥ തുടരും. ഹലോ, എന്തു പറ്റിയടോ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൗനം, ആലോചന. ആരെ കുറിച്ചാ? എനിക്ക് ആലോചിക്കാൻ എന്റെ മക്കളും നിങ്ങളും. അപ്പോ ഞങ്ങളിൽ ഒരാളാണ് പ്രതി. പറഞ്ഞോ, പരിഹരിക്കാവുന്നതാണെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് വിടാം.
അമ്മയ്ക്കേ മാധവേട്ടാ, നമ്മുടെ മകനുമേൽ ഇഷ്ടമില്ലാത്തൊരു വിവാഹം അടിച്ചേൽപ്പിക്കുകയാണോ എന്നൊരു സംശയം. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? അവൻ എന്തൊക്കെയോ നമ്മളോട് പറയണമെന്നുണ്ട്. അമ്മ പറഞ്ഞതുകൊണ്ട് മൗനം പാലിക്കുന്നതാണോ? ഒരു പെണ്ണിനെ അവൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ലേ? അതിന് ഒരിക്കലും മടങ്ങി വരില്ല എന്നറിയാവുന്ന ഒരു പെണ്ണിനെ കാത്തിരിക്കുന്നത് എന്തു വിഡിത്തമാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അവസാനം വരെ എല്ലാം നഷ്ടപ്പെടുത്തി ജീവിക്കണം. അമ്മയെടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അല്ല, ഭവാനിയെ കുറിച്ചൊന്നും ആലോചിക്കും. അവളും അവളുടെ മകളും. നിനക്ക് കിട്ടിയ പോലെ ഒരു ഷെയർ സാഗരളിനും കിട്ടിയതാ. ഭവാനിയുടെ ഷെയറും ചേർത്താ കമ്പനി തുടങ്ങിയത്. എല്ലാം പോയില്ലേ. സത്യനളിയാൻ വിചാരിച്ചിരുന്നെങ്കിൽ സാഗരളിനെ രക്ഷിക്കാമായിരുന്നില്ലേ? ഏട്ടൻ മനഃപൂർവ്വം ചെയ്തെന്നാണോ? വേണമെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു. ഇന്നത്തെ കാലത്ത് അഴിമതി ചെയ്യാത്തവരാരാ? ആദർശവാനായ അളിയനെന്താ ഭാര്യയും മകളെയും ഓർത്ത് കരഞ്ഞു നടക്കുന്നത്? മാധവേട്ടാ, മതി. ഏട്ടനെ പറയുന്നത് കേട്ടു നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് കേൾക്കണ്ട. ഞാൻ അജയെക്കുറിച്ചാ സംസാരിച്ചത്. അവൻ അഞ്ജനയെ കെട്ടട്ടെ. അതുമാത്രമാണ് ഈ കുടുംബത്തിന്റെ ഐക്യം നിലനിർത്താൻ നല്ലത്. അക്കാര്യത്തിൽ ഞാൻ അമ്മയുടെ കൂടെയാണ്. എന്തായി അന്വേഷണം? ഈ ശിവനും ദാസനും ഭൂമിയുടെ കോഫി ഹൗസിലെ സ്ഥിര അംഗങ്ങളാ. ഭൂമിയുടെ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതാകും അച്യുതൻ കത്ത് അവരെ ഏൽപ്പിച്ചത്. അയാൾക്ക് മനസ്സിലായിരുന്നു ഭൂമി അപകടത്തിൽപ്പെടാന്ന്. വളരെ ബുദ്ധിപരമായിട്ടാ അച്യുതൻ ആ കത്ത് അവരെ ഏൽപ്പിച്ചത്. അച്യുതൻ ബുദ്ധിമാനാ. ഞാൻ കൊല്ലാനാണ് അഭിരാമിയെ ഏൽപ്പിച്ചത്. അച്യുതൻ അവിടെ അതിബുദ്ധി കാണിച്ചു. അഭിരാമിയെ കൊന്നതായിട്ട് വീഡിയോ നിർമ്മിച്ച് എനിക്ക് അയച്ചു തന്നു. എന്റെ ഒരാള് ഈ ശിവനെയും ദാസനെയും കണ്ടിരുന്നു. ആ കത്ത് അവരുടെ കയ്യിലുണ്ട്, ഭൂമിക്ക് കൈമാറിയിട്ടില്ല. അല്ല, അതെന്താ? അവന്മാര് അത് വെച്ച് കാശുണ്ടാക്കാനാ പരിപാടി. എൻ്റെ ആള് വിശദമായി സംസാരിച്ചു. അവർക്കൊരു ഡീലാണ് വേണ്ടത്. അവർക്ക് എത്രയാ വേണ്ടതെന്ന് ചോദിക്കൂ. ഡീല് ചർച്ച ചെയ്യാൻ നമുക്കിരിക്കണം. അവിടെ മേഡവും വേണം. ഞാനോ? മേഡത്തെ അവരോ മറ്റാരും കാണില്ല. അത് കമാലിന് വിട്. ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ ആവശ്യം അവർ മണത്തറിഞ്ഞ് വലിയ തുക ഡിമാൻഡ് ചെയ്യും. മാത്രമല്ല, ഭൂമിക്കറിയാം അവരുടെ കയ്യിൽ കത്തുണ്ടെന്ന്. നമ്മുടെ ആവശ്യം അവർ മണത്തറിഞ്ഞ് വലിയ തുക ഡിമാൻഡ് ചെയ്യും. മാത്രമല്ല, ഭൂമിക്കറിയാം അവരുടെ കയ്യിൽ കത്തുണ്ടെന്ന്. ഇനിയെങ്ങാനും അവൾ ആവശ്യപ്പെട്ട കുറച്ച് സമയം അവർ കൊടുക്കാതിരിക്കും. കാരണം അവർക്ക് പണം വേണം. എങ്കിൽ വേഗം ഡീൽ ഉറപ്പിക്കണം. എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാൻ വിളിക്കാം മാഡം. ശരി. ഹലോ. അമ്മ എവിടെ? ആ, മോളിക്കും പുറത്തുണ്ട്. ഇതാ വരുന്നു.
അവളെക്കുറിച്ചുള്ള നിന്റെ ഓർമ്മകൾ പോലും ഡിലീറ്റ് ചെയ്യണം. അവൾ ഇരിക്കേണ്ടടുത്ത് ഇരിപ്പുണ്ട്, നോക്ക്. ഈ വീട്ടിൽ പട്ടിയുടെ വില പോലും നിനക്കില്ലെന്ന് മനസ്സിലായില്ലേ? അഞ്ജനയുടെ അജയുടെ വിവാഹം നടത്തും. എന്തായാലും തോട്ടത്തിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ മൂലയില് 2 കുഴി കൂടി എടുത്തിട്ടേക്ക്. ആവശ്യം വന്നാലോ